വിശുദ്ധ കുളക്കടവിലെ രോഗശാന്തിയാണ്. 38 വർഷമായി ആ രോഗി അവിടെ ഇരിക്കുന്നു. യേശു അവനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് സൗഖ്യം പ്രാപിക്കാൻ ആഗ്രഹമുണ്ട്? അവൻ ഒരു ഉത്തരം പറഞ്ഞു. ഉത്തരം ഇത്രയാണ്: വെള്ളമിളകുമ്പോൾ എന്നെ സഹായിക്കാൻ ആരുമില്ല എന്നുള്ളത്. വെള്ളമിളകുമ്പോൾ എന്നെ സഹായിക്കാൻ ആരുമില്ല. മനസാക്ഷിയുള്ളവർക്ക് ഈ ഉത്തരം ഒന്ന് പൊള്ളും എന്നുള്ളതാണ്. വേറെ ഒന്നുമല്ല, 38 വർഷമായിട്ടും ഈ രോഗിയെ സഹായിക്കാൻ ആരുണ്ടായിരുന്നില്ല. നമ്മുടെ ചുറ്റുപാടും ഇതുപോലെ സഹായം ആവശ്യമുള്ളവർ കിടന്നിട്ട് നമ്മളും കാണാതെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. നമ്മൾ ചിന്തിച്ച് നോക്കാം. അതിലൂടെ എന്തോരം പേര് കടന്നു പോയിട്ടുണ്ടാകും, എത്രയോ ആൾക്കാർ കടന്നു പോയിട്ടുണ്ടാകും. 38 വർഷം ഒരാളും സഹായിക്കാനില്ലാതെ വന്നപ്പോൾ ദൈവം തന്നെ വരേണ്ടി വന്നു. നമ്മുടെ ചുറ്റുപാടുമുള്ളവരെടുത്ത് ഇതുപോലെ കിടക്കുന്ന ആൾക്കാരെ സഹായിക്കാതെ കണ്ണടച്ച് ജീവിക്കുന്നവരാണോ നമ്മളിന്ന് ചിന്തിച്ച് നോക്കുക? അയൽവക്കക്കാരാകാം, ബന്ധുമിത്രാദികളാകാം, വേദനിക്കുന്നവരാണ്. എന്നിട്ട് വലിയ കാര്യങ്ങളൊക്കെ നമ്മൾ പറയും, ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണെന്നൊക്കെ. നമ്മളൊന്ന് കണ്ണു തുറന്ന് നോക്കാൻ എനിക്ക് പറ്റുന്നുണ്ടോ? ഇങ്ങനെ വേദനിച്ച് കിടക്കുന്നവരുടെ ആ പ്രാർത്ഥന ദൈവസന്നിധിയിലേക്കൊന്ന് കൊണ്ടുവരാൻ, അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന നന്മകളൊന്ന് ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ടോ? ഈ നോമ്പ് കാലഘട്ടത്തിൽ ഇതുപോലെ പൊള്ളുന്ന ഒരു ഉത്തരം എനിക്കും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ്. നമ്മുടെ ചുറ്റുപാടുകളിൽ ആരെങ്കിലും ഇതുപോലെ കിടക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ണു തുറന്ന് അവരൊന്ന് കണ്ട് ഒന്ന് സഹായിക്കാൻ പറ്റാതെ നമ്മൾ ജപിക്കുകയാണോ? ഒന്ന് ചിന്തിച്ച് നോക്കാം. ഒന്ന് ആത്മാർത്ഥമായി ചിന്തിക്കേണ്ട സമയം. ഞാൻ സഹായിക്കേണ്ട ആരെങ്കിലും എൻ്റെ ചുറ്റുപാടുകളുണ്ടോ? അവർ ദൈവസന്നിധിയിൽ പറയും, എന്നെ ആരും ഉണ്ടായിരുന്നില്ല സഹായിക്കാൻ. ദൈവം ഒരു നോട്ടേ നോക്കുള്ളൂ. ആ ചുറ്റുപാട് സഹായിക്കാൻ പറ്റുന്ന നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ ഒരു നോട്ടം നോക്കും, നിനക്ക് ചെയ്യാൻ പറ്റില്ലേ എന്നുള്ള ചോദ്യമാണ് ആ നോട്ടത്തിൻ്റെ ഉത്തരം. അതുകൊണ്ട് ദൈവം എന്നെ നോക്കുമ്പോൾ നമ്മളും തലകുനിക്കേണ്ട ഒരു അവസ്ഥ വരരുത് എന്നുള്ളതാണ്. കാരണം നമ്മൾ കണ്ടിട്ടും കാണാതെ നടക്കുന്നവരാണോ? പ്രാർത്ഥിക്കാം.